അല്ലെങ്കിൽ നമ്മുടെ തന്നെ ബഡ്ജറ്റാണ്. അതിനെക്കുറിച്ച് ഇനിയും ഞാൻ ഒരുപാട് ഇവിടെ നിന്ന് പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ല. നമ്മുടെ പിഷാരടിയല്ലേ? നീയാളൊരു മഹാനായി മാറി. അതെ, വേണമെങ്കിൽ ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. ഈ ഡയലോഗ് ഇന്ന് ഈ ബജറ്റ് ലോകമെങ്കും വിളങ്ങിയിടാൻ ധനകാര്യമന്ത്രി തന്നെ എന്ന് പറയുന്ന ഒരു പാട്ടിനൊക്കെ സ്കോപ്പുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കി തരാം. അതെ, അതാദ്യം മനസ്സിലാക്കാം. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും കാരണഭൂത തൊലിക്കല്ലേ എന്ന് നീ ഇതെനിക്കിട്ട് പണിഞ്ഞാണല്ലേ. 100 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പൊ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവർ ഉണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. പണം കൊടുത്ത് വിജയിക്കാനാകില്ല എന്ന് അരിയാഹാരം കഴിക്കുന്ന പാലക്കാടുകാർ തെളിയിച്ച ഒരു വിജയമായിരുന്നു ഈ വിജയം. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ആദ്യം കണ്ടപ്പോ അയ്യോ ഇത് കൊള്ളൂലല്ലോ എന്ന് വിചാരിച്ചതായിരുന്നു. ഈ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് പറയുന്ന ഇവരുടെ ഒരു ക്യാപ്ഷൻ എന്ന് പറയുന്നത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. മറ്റാരെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഇവരെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയുന്നതായിരിക്കും. ജനങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് എന്റെ 2 മിനിറ്റ് ഞാൻ ദാനം ചെയ്തിരിക്കുന്നു. അപ്പൊ അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു.